ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസിൻ്റെ ഹൈലൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. ഇന്ന് നമുക്ക് വിഷു ആണല്ലോ. എല്ലാവരും നേരത്തെ എണീറ്റിട്ട് കണിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ. എനിക്ക് നേരത്തോടെ ഒന്നും എണീക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നലെ മോൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് കഴിഞ്ഞെത്തുമ്പോൾ 1 മണിയൊക്കെ ആയിട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിയാനൊന്ന് രാത്രി തന്നെ, കാരണം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ പണിയൊക്കെ വേഗം നീങ്ങണം വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊന്ന് എണീറ്റ് വരാൻ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. കണി വെക്കൽ ഏതാണ്ട് കഴിയാറായപ്പോൾ തന്നെ മക്കളെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞാൽ റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ കണി വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ മോളെനെയാണ് ആദ്യം വിളിച്ചത്. സാധാരണ എല്ലാ പ്രാവശ്യവും മക്കളെ തന്നെ ഉറക്കത്തിൽ നേരെ എണീറ്റ് വന്ന് കണി കാട്ടാറാണ് കേട്ടോ പതിവ്. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണി കാട്ടാനുള്ള പണി തുടങ്ങിയത്. അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ കണി കാണുന്ന സമയത്ത് കുളിക്കണം എന്നുള്ളത്. ഇപ്രാവശ്യം അത് അറിഞ്ഞ കാരണം കൊണ്ട് നേരത്തോടെ ഞാൻ അവരോട് പറഞ്ഞു, എണീറ്റ വശം നേരത്തെ കുളിച്ചോ, കുളി കഴിഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരുന്നോ എന്നുള്ളത്. അപ്പോൾ പിന്നെ എല്ലാം ഒരുക്കിയതിന് ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം കണി ഒരുക്കിയിട്ട് അവരെ വിളിച്ചത്. മക്കളേനെ കണി കാട്ടിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലൊക്കെ കയറാൻ നിന്നത്. ഇന്നലെ രാത്രി കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് വെച്ചെങ്കിലും കാര്യമായിട്ടുള്ള പണിയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഒരു സാമ്പാറിനെയും അവിയലിനെയും ഒരു ഉപ്പേരിക്കുള്ള മാത്രം ഇന്നലെ അരിഞ്ഞു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം 1 മണി ആയില്ല വീട്ടിലെത്തുമ്പോൾ തന്നെ. ഒരു 2:30 ആയിട്ടോ പിന്നെ കിടക്കുമ്പോൾ ഞാൻ. കാരണം പിന്നെ ഓരോ പണികളും അതും ഇതൊക്കെ ആയിട്ടൊക്കെ ഓരോന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കൂടുതൽ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അത്രയും പണി ഒതുങ്ങുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കുറച്ചൊക്കെ ചെയ്യാൻ നിന്നത്. ബാക്കിയുള്ള പണികളൊക്കെ ഇന്ന് വേണം ഒരുക്കാൻ. പിന്നെ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് മോൾക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്ന് തന്നെയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചയ്ക്ക് നിന്ന് മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതാ കാലത്ത് ഞാൻ ചപ്പാത്തിക്ക് പാക്കറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പണി എന്തെങ്കിലും കഴിയാൻ ലേറ്റ് ആയാലോ എന്ന് പേടിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചത്. പിന്നെ ചപ്പാത്തിക്ക് ഞാനൊരു കുറുമക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലത്തത്തെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം കുറച്ച് പച്ചക്കറി കൂടി വേറെ അരിയാണ്ടായിരുന്നു. ചോറിൻ്റെ പണി ആദ്യം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ തന്നെ ഇരുന്നത്. ചോറ് അടുപ്പത്തിട്ടിട്ട് ചായ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചായ കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ തിളച്ചിട്ട് ജാക്സണിൽ ഇറക്കി വയ്ക്കാനുള്ള സമയമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോറിൻ്റെ പണി ആദ്യം തീർത്ത് വെച്ചു. അപ്പോഴേക്കും മോൻ വന്നിട്ട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് തരണം അമ്മ എന്നുള്ളത്. അപ്പോൾ ഇവനിതാ അങ്ങനെ മാങ്ങ അച്ചാർ ഇൻസ്റ്റൻ്റായിട്ട് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ഇട്ട് വെക്കാണ്ട് സാധാരണ അരിഞ്ഞിട്ട് ഉപ്പും മുളകും കൂടിയിട്ട് കൂട്ടി വെച്ച് നമ്മൾ കടുക് പൊട്ടിക്കണ ഒരു പണി ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ അച്ചാർ ഇടുന്നതാണ് കേട്ടോ അവന് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒന്ന് അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും അതേപോലെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ അവിയൽ വെക്കാനാണ് നിന്നത്. ഇതിപ്പോൾ നമുക്ക് സാമ്പാർക്ക് വറുത്തരയ്ക്കാനുള്ളത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരച്ചെടുക്കുകയാണ് ഞാൻ. നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചായ കുടി കഴിഞ്ഞ് പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് കൂടുതൽ കഴുകാണ്ടിട്ട് കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴേക്കും പണി കഴിഞ്ഞ് ഒതുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് പാത്രങ്ങളാവും. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം അടുത്ത പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. പച്ചക്കറി ഇപ്രാവശ്യം ഞാൻ കിറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2 കിറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ഉപ്പേരിക്കും സാമ്പാറിനും അതേപോലെ അവിയലിനുള്ള കഷ്ണങ്ങളും അത്യാവശ്യത്തിന് കിട്ടും. അപ്പോൾ 2 കിറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചധികം ബീൻസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരിക്ക് ഞാനിന്ന് ബീൻസാണ് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പായസം പിന്നെ വെക്കുമ്പോൾ എപ്പോഴും ഇവിടെ കൂടുതൽ ചിലവ് സേമിയ പായസത്തിനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം സേമിയ പായസം തന്നെയാണ് വെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ ഈ ചേട്ടൻ്റെ പിറന്നാളിന് സേമിയ പായസം വെച്ചാളൂ കേട്ടോ. മോള് ആണ് അന്ന് വെച്ചത്. ഇന്ന് പ്രാവശ്യം മൂപ്പരാൾ ഡ്രസ്സ് മാറി പുതിയ കോടിയൊക്കെ ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇന്ന് അടുക്കള കയറാൻ ഇത്തിരി മടിയായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് നാളെ വലിയ രംഗത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അടുക്കളയിലേക്ക്. ഇന്ന് പിന്നെയും മോനാണ് കേട്ടോ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇതാ പായസം വെക്കാൻ നിൽക്കുന്നത് മോനാണ് കേട്ടോ. പിന്നെ ഇത് സേമിയൊക്കെ വറുത്ത് വരണ കാരണം കൊണ്ട് നേരെ പാലിലിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ പണിയല്ലോ വെച്ചിട്ട് എനിക്ക് അപ്പുറത്ത് എന്തെങ്കിലും പണി വേറെ ചെയ്യാമല്ലോ വെച്ചിട്ട് ഞാനിത് മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ മോള് വന്നു ഞാൻ എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് ചോദിച്ചിട്ട്. പിന്നെ പായസത്തിൻ്റെ പണി ഇവർ രണ്ടാളും കൂടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ
പിന്നെ അവസാനത്തെ പണിയിലെത്തി നമ്മൾ ഏതാണ്ട് കറിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അടുക്കളയിലത്തെ പണിയൊക്കെ ഒന്ന് അവസാനിച്ചു കേട്ടോ. കറികളൊക്കെ ആയ സമയത്ത് തന്നെ ഞാൻ സെർവ് ചെയ്യാൻ പാകത്തിന് പാത്രങ്ങളാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് വേറെ ഒന്നും എടുക്കണ്ട. പിന്നെ അതാ മോൾക്കിന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചിയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പണിയും കൂടി ഉണ്ടെന്ന് വൈകുന്നേരം നമുക്ക് പ്രോഗ്രാമിൽ പന്തത്തിൻ്റെ കളിയുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട പന്തങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മോളവിടെ മൈലാഞ്ചി ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് അവൾ ഈ ഭാഗത്തേക്കൊന്നും വന്നില്ല. ഈ വക പണികളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ വിഷുക്കോടി കൂരിയിട്ടിട്ട് വേറൊരു ഡ്രസ്സ് എടുത്ത് പണിക്കൊക്കെ നിൽക്കാൻ നിന്നത്. നമ്മൾ വീട് മാറിയതിന് ശേഷം ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ വിഷുവാണ് നമുക്ക് ഈ വീട്ടിൽ വെച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 9-ാം തീയതി നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് വിഷു കണ്ടിട്ട് ആദ്യമായിട്ട് ആഘോഷിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് രണ്ടാമത്തെ വിഷുവാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത്. പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം വീണ്ടും മോള് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വിഷുക്കോടി എടുത്തിട്ടത്. ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വന്ന വിഷുക്കോടി കൊണ്ട് ഞങ്ങൾ 3 പേരും ഇട്ടിട്ടുണ്ടായിരുന്നത്. പോരാത്തന്നെ വിഷു കഴിഞ്ഞിട്ടൊക്കെ അമ്മയും അച്ഛനൊക്കെ നേരത്തോടെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്കിന്ന് പ്രോഗ്രാമുള്ള കാരണം കൊണ്ട് ഞങ്ങൾ നേരത്തോട് കൂടിയിട്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. 4 മണിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങണം. 6:30-ക്കാണ് നമുക്ക് പോകേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം. അപ്പം അത് കാരണം കൊണ്ട് നേരത്തോടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ. കിഴൂരായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുവാശംസകൾ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ആഘോഷിച്ചെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അപ്പം നാളെ ഒരു പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.